ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരുടെ കൂട്ടുകാരെങ്കിലും ഫോളോ ചെയ്യാൻ നമുക്ക്. അല്ലെങ്കിൽ അവരിൽ ഓരോരുത്തരുടെയും വീട് എവിടെയാണെന്ന് തപ്പിപ്പിടിക്കാൻ. വീട്ടുകാരുമായിട്ട് കണക്ഷൻ ഉണ്ടാവുമല്ലോ അച്ഛാ. എങ്കിലും അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ. പിതാമേടവും താനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഒരു രക്തബന്ധത്തിനേക്കാൾ ശക്തമായി അത് മുന്നോട്ട് പോകുന്നതിന്റെ ചില തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. അത് വൈകാതെ ഞാൻ കണ്ടുപിടിക്കും. അതെ, സത്യത്തിൽ എന്തേലും പ്രോബ്ലം ഉണ്ടോ? അല്ല, ഈ രാത്രിയെക്കുറിച്ച് കുറച്ചു മുമ്പ് എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പതാ ഫിദ മാഡത്തിനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ. എനിക്ക് വട്ടുണ്ടോന്നാണോ? ഹാ, അതിലിപ്പോ സംശയം എന്താ? അല്ലെങ്കിൽ ഫിദ മാഡത്തിനെ കുറിച്ച് ഇങ്ങനൊരു സംശയം ചോദിക്കില്ലല്ലോ. ഈ സംശയങ്ങളെ രണ്ടു തരമുണ്ട്. ഒരാളിൽ കുറ്റമുണ്ടെന്ന് കരുതി സംശയിക്കുക, ഒരാളിൽ നന്മയുടെ പേരിലും സംശയിക്കാം. പിതാമേടത്തിന്റെ കാര്യത്തില് നന്മ കൂടിപ്പോയതിന്റെ സംശയം. അതുകൊണ്ട് അതിൽ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും നമുക്ക് പോവാം. അപ്പോ ഈ രാത്രിയുടെ മനോഹാരിത ആസ്വദിക്കുന്നില്ലേ? താൻ കളിയാക്കണ്ട. ഒരിക്കൽ ഞാൻ ഇതിനൊക്കെ ഉത്തരം തരും. കറിയും എന്താ അച്ഛാ? മുംബൈയിലേക്ക് അയച്ചവരെ ഇതുവരെ അവിടെ എത്തിച്ചിട്ടില്ല. എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. അവന്മാര് കിട്ടിയ കാശും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി കാണും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവന്മാര് വിളിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടോ? ഒരു മിനിറ്റ് പോലും നമ്മുടെ മുന്നിൽ നിർണായകമാണ്. നിനക്ക് വല്ലതും അറിയോ? കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിരുന്നു. കൃത്യമായിട്ട് ഫോളോ ചെയ്യാന്ന് അവർ പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും ഇതുവരെ അവരവിടെ എത്തിയിട്ടില്ല. അതിനർത്ഥം ഒരുപക്ഷെ അവർ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ പെട്ടുവെന്നല്ലേ? അതിനാണ് സാധ്യത. അന്വേഷണ സംഘം അരിച്ചു പറക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ അവരുണ്ടോ എന്ന് താനൊന്നറിയണം. എന്നിട്ട് ഏതു വിധത്തിലാണ് അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതെന്നും താനൊന്ന് അന്വേഷിക്കണം. ചന്ദ്രശേഖര, ഇക്കാര്യത്തിൽ ഒരു ഉപായം അന്വേഷിച്ച് എന്നെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. തൽക്കാലം ഈ പ്രശ്നത്തിൽ നിന്നും തലയൂരാൻ എന്താണ് മാർഗമെന്ന് തന്നെ വിളിച്ച് ചോദിക്കാതിരിക്കായിരുന്നു. കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. ആരും സ്വയം രക്ഷപ്പെടാൻ നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് ഈ കാര്യത്തിൽ തന്നോട് ഒന്നും സംസാരിക്കാനില്ല. ഒരുപക്ഷെ എന്റെ ഫോൺ അവരെ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ? നമ്മൾ തമ്മിലുള്ള സംസാരം മതി എല്ലാം അവസാനിക്കാൻ. എടോ, താൻ മറ്റെന്തെങ്കിലും മാർഗം നോക്ക് ചന്ദ്രശേഖര. അതെ, ആ സിയെയും മറുകണ്ണം ചാടുക. അയാളെ അങ്ങ് കൊന്നാലോ? നിർത്തറ.
കൊല്ലാന്ന് പറയുന്നല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം നേരെ ജോയി ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഹ, നീ ഉണ്ടാക്കി വെച്ച അബദ്ധങ്ങൾക്ക് ഞാനിപ്പോ കൂലി കൊടുക്കേണ്ടി വരുന്നേ. ഞാൻ എന്ത് ചെയ്തു അച്ഛൻ പറയുന്നേ? ഞാൻ ഈ പ്രായത്തിൽ സൗഭാഗ്യങ്ങൾ മോഹിക്കുന്നില്ല. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിനക്ക് വേണ്ടിയിട്ടാ. അവസാനമാവുമ്പോ നീയും എന്നെ ഒറ്റ കൊടുക്കുമെന്ന എന്റെ പേടി. അച്ഛൻ വെറുതെ ടെൻഷനിൽ ഓരോന്ന് വിളിച്ച് പറയല്ലേ. ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയവര് എവിടെ എത്തിയെന്ന് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അന്വേഷിക്കാം. അവരുടെ കൂട്ടുകാരെങ്കിലും ഫോളോ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ അവരിൽ ഓരോരുത്തരുടെയും വീട് എവിടെയാണെന്ന് തപ്പിപ്പിടിക്കാം. വീട്ടുകാരുമായിട്ട് കണക്ഷൻ ഉണ്ടാവുമല്ലോ അച്ഛാ. എങ്കിലും അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ. ആഹാ, വാ രണ്ടാളും. എന്തൊക്കെയാ യാത്രയുടെ വിശേഷങ്ങള്? ആ യാത്രയുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇയാളുടെ അമ്മയുടെ വീട്ടിലെ വിരുന്ന പിതാ മേഡത്തിന്റെ. എന്റെ മുത്തശ്ശി അവിടെ നടന്ന അത്ഭുതങ്ങളിൽ നിന്നും ഞാൻ ദേ ഇപ്പോഴും പുറത്തു കടന്നിട്ടില്ല. എന്തു പറ്റി? ചോദിച്ചോ, മോൾക്ക് അമ്മയുടെ സമ്മാനം എന്തായിരുന്നു? അതെന്താണെന്നറിയോ നിങ്ങക്ക്? എണ്ണം പറഞ്ഞൊരു കാർ, അതും ഷോറൂമിൽ പോയി എടുക്കാൻ. പിതാ മേഡം അത് പേ ചെയ്യുന്നു. ഓ, ഞങ്ങളത് വാങ്ങിച്ചൊന്നുമില്ലമ്മേ. അതിന് പകരം ഞങ്ങൾ വേറൊരു കാര്യം ചെയ്തു. അതെന്താ? അത് ഇവിടെ അടുത്ത് പ്രായമായവര് താമസിക്കുന്ന ഒരു ആശ്രമം ഉണ്ടല്ലോ, അവർക്ക് ഒരു ആംബുലൻസ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. അത് നല്ല കാര്യല്ലേ? അത് നല്ല കാര്യാ മോളെ. ഇങ്ങനെയൊക്കെയാ ജീവിതത്തിൽ ചിന്തിക്കേണ്ടത്. കാറ് വാങ്ങാനുള്ള സൗകര്യമൊക്കെ നമുക്കുണ്ടല്ലോ, പിന്നെ നമുക്ക് എന്തിനാ വീണ്ടും ഒരു കാറ്? നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അത് റോഡിൽ കൂടി കിടന്ന് ഓടട്ടെ. അത് സമ്മാനത്തിന്റെ കാര്യം. പക്ഷേ എന്നെ അമ്പരപ്പിക്കുന്നത് പിതാ മേഡത്തിന് ഇയാളോടുള്ള സ്നേഹമാണ്. എന്റെ അമ്മയെ സ്വന്തം മക്കളെ പോലും ഒരമ്മയ്ക്ക് ഇത്രയും സ്നേഹിക്കാൻ പറ്റില്ല. എടാ, അതെല്ലാവർക്കും മനസ്സിലായ കാര്യമല്ലേ? രാധികയുടെ എല്ലാ കാര്യങ്ങളും ഒരർത്ഥത്തില് പിതാമേടം തന്നെയല്ലേ ചെയ്യുന്നത്. ആറ്റുവശ്ശേരിയുടെ കാര്യമായാലും മ്യൂസിക് സ്കൂളിലെ കാര്യമായാലും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കേസിൽ പെട്ടപ്പോ കോടതിയിലെ കാര്യമായാലും. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയം, ഇതിന്റെ പുറകില് വേറെ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോന്ന്. എന്ത് ദുരൂഹത? അമ്മേ, ഫിദ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയതാണ് ഈ അന്വേഷണം. ഫിദ മാഡത്തിന് എന്നോടുള്ള സ്നേഹം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ ഇപ്പോ?